ഒന്ന് ഇട്ട് നോക്കട്ടെ. നമുക്കത് വെള്ളത്തിനകത്തേക്ക് എറിഞ്ഞിട്ടുണ്ട്. ഒന്ന് ചാടിയറ പോലെ. അയ്യോ, താങ്ക് യു. മൊബൈൽ പോയോ? ഇല്ലല്ലേ. അയ്യോ, നോക്കി. ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രശാന്ത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അറ്റ്ലാന്റിസ് ട്രാവൽ ഫ്രീക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഒരു പൊളി ഒരു നൈസ് ഒരു പരിപാടിയായിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പരലിനെ പിടിക്കാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണേ. കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ നല്ല സപ്പോർട്ട് നമുക്ക് കൂടെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഗൈസ് നമ്മളിതാണ്ട് ഈ ഒരു സ്പോട്ടിലാണ് കേട്ടോ. ഈ ഒരു സ്പോട്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്നത്, ചൂണ്ടയിടാനായിട്ട് തിരഞ്ഞെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പോട്ടിൽ നമ്മൾ ഇന്നലെ വരെ ഇപ്പോൾ കുറച്ച് കലക്കലായിട്ട് കിടക്കുകയാണ് വെള്ളം. ഇന്നലെ ചെറുതായിട്ടൊന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ചെറിയൊരു കലക്കലുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു പോൾ റോഡ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പോൾ റോഡ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പോൾ റോഡാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പനങ്കമ്പാണ് നമ്മൾ എടുത്തേക്കുന്നത് ഒരു റാഡായിട്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഏറ്റവും ചെറിയൊരു ചൂണ്ട നമ്മളിതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് ഇത്രയാണ്. നമ്മൾ പിന്നെ പൊങ്ങായിട്ട് നമ്മൾ ചെറിയൊരു ഫോമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് കേട്ടോ നമുക്ക് മീൻ പിടിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. പിന്നെ നമ്മുടെ മാവ് നമ്മൾ ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുഴച്ചെടുത്ത മാവ് ഇത്രയും സംഭവങ്ങൾ മതി നമുക്ക് അത്യാവശ്യം മീൻ പിടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് നോക്കാം കേട്ടോ. പരലിന് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് നോക്കാം. പരലിനെയാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മൾ മാവ് തന്നെ എടുത്തേക്കുന്നത്. മൈദ വളരെ ചെറുതായിട്ട് നമുക്ക് ഇതുപോലെ കുഴച്ച് ചൂണ്ടയ്ക്കകത്ത് സെറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഘട്ടം പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ളത് നോക്കട്ടെ. ചൂണ്ട നമുക്ക് നൈസായിട്ട് ഇട്ട് കൊടുക്കാം. ഗൈസ്, നമുക്ക് ചൂണ്ടയ്ക്കകത്ത് മീൻ അങ്ങനെ കിട്ടുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചെറിയ മീനാണെന്ന് തോന്നുന്നു. അത് കാരണം നമുക്ക് ഇവിടെ കിടന്നൊരു വലയെല്ലാം കൂടെ കൂട്ടി ചേർന്ന് നമ്മളൊരു ഉടായ്പ് വല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു കൂട് പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. പക്ഷേ ഇത് സ്പെഷ്യൽ കൂടൊന്നുമല്ല, നമ്മൾ തൽക്കാലത്തേക്കൊന്ന് സെറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ കുഴച്ച് വെച്ച മാവുണ്ടല്ലോ, അത് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും മീൻ നമുക്ക് ഇതിനകത്ത് പിടിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. അതാണ് ട്രിക്ക്. നമ്മൾ ഏത് വിധേനയായാലും മീൻ പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇതിനകത്ത് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് നോക്കാം കേട്ടോ. ഒരു പരീക്ഷണവും കൂടെ ആവുമല്ലോ. ഇങ്ങനെ നമ്മൾ ഇതിനകത്ത് കുറച്ച് തീറ്റയൊക്കെ ഇട്ടിട്ട് നൈസൊരു ഉടായ്പ പരിപാടിയാണ് കേട്ടോ. വളരെ നൈസായിട്ടൊരു ഉടായ്പ പരിപാടി. ഇങ്ങനെ നമുക്ക് മീൻ പിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇട്ട് നോക്കട്ടെ. നമുക്കത് വെള്ളത്തിനകത്തേക്ക് എറിഞ്ഞിട്ടുണ്ട്. ഒന്ന് ചാടിയറ പോലെ. അയ്യോ, താങ്ക് യു. മൊബൈൽ പോയോ? ഇല്ലല്ലേ. അയ്യോ, നോക്കി. ഇപ്പോൾ ഗൈസ് നമ്മുടെ വലക്കൂട് ഒന്ന് പൊക്കി കയറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എന്തോ ഒരു മീൻ നമുക്ക് അടിച്ച് കിട്ടിയിട്ടുണ്ട്. വലിച്ച് കയറ്റി നോക്കാം. അത് പോകാതിരുന്നത് ഉടായ്പ പോലെ. ഒരു കരിമീൻ്റെ കുഞ്ഞാണ് ഗൈസ്. ഒരു കരിമീൻ്റെ ഒരു കുഞ്ഞാണ് നമുക്ക് അടിച്ചേക്കുന്നത് കേട്ടോ. നോക്കാം. കുരുങ്ങി പെട്ട് കിടക്കുകയാണ് ആൾ. അപ്പോൾ നമുക്ക് നമ്മുടെ ഉടായ്പ പോലെ മോശമായില്ല കേട്ടോ. എങ്ങനെയായാലും നമുക്കൊരു മീൻ കിട്ടി. ഗൈസ്, നമുക്ക് കിട്ടിയ കരിമീൻ്റെ കുഞ്ഞ് ഇത്രയുണ്ട് കേട്ടോ. നല്ല സുന്ദരനായൊരു സാധനം, ക്യൂട്ടായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവനെ എന്തായാലും നമ്മളങ്ങ് വെറുതെ വിടുക. പിന്നെ നമുക്ക് താഴേക്ക് വിട്ട് കളയാട്ടോ. നേരെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അത് പോയി കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ നേരത്തെ എടുത്തപ്പോഴേ അതിനകത്ത് നമുക്കൊരു പള്ളാത്തിയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ കൂടിനകത്ത്. അപ്പോൾ നമുക്ക് കൂട് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം മീൻ കിട്ടും എന്നുള്ളത് മനസ്സിലായി കേട്ടോ. നമുക്ക് നല്ലൊരു കൂട് ഇവിടെ സെറ്റാക്കി വെക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇവനെ അങ്ങ് റിലീസ് ചെയ്ത് വിടാം കേട്ടോ. കുഞ്ഞല്ലേ, പോയി ജീവിക്കട്ടെ. ഇപ്പോൾ നമുക്ക് നമ്മുടെ പള്ളാത്തിക്കുട്ടൻ എവിടെ ഉണ്ട് കേട്ടോ. ആൾ നല്ല ജീവനോടുള്ള ആളാണ്, കുറച്ചൊക്കെ ആൾ അഭിനയമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പള്ളാത്തിക്കുട്ടനെ കൂടെ നമുക്ക് അങ്ങ് റിലീസ് ചെയ്ത് വിടാവനെ. കുഞ്ഞല്ലേ, പോയി നന്നായിട്ട് ജീവിക്കട്ടെ.
അപ്പോൾ ഗായ്സ് നമ്മുടെ ഈ വീഡിയോ ഇങ്ങനെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ചെയ്യണമെന്നാണ് ഞാൻ ആ കൂടൊക്കെ ഉണ്ടാക്കിയപ്പോൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ആ കൂട് ഉണ്ടാക്കണം എന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ എന്നെ കൊണ്ട് അതിന് സാധിച്ചില്ല. ചെറിയ ചില പോരായ്മകൾ വന്നിട്ടുണ്ട്. അത് ദയവായിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ക്ഷമിക്കുക. എന്ന് വെച്ചാൽ കൂട് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിന് മുന്നേ ഞാൻ കൂട് ഉണ്ടാക്കിയിട്ടില്ല. വളരെ സിമ്പിളായിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. മാത്രമല്ല കാല് വയ്യാത്ത കാരണം എനിക്ക് അധികം അങ്ങോട്ട് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ദയവായിട്ട് നിങ്ങൾ നമ്മുടെ ഈ കുഞ്ഞു കുറവുകൾ നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ കിഡിലം ഈ കാലൊന്ന് കരഞ്ഞ് കിട്ടുന്ന താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കിഡിലം വീഡിയോസായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാരണം വെച്ചിട്ട് നിങ്ങൾ നമ്മുടെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോകരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഉണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ കുഞ്ഞു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ നമുക്കുണ്ടാവണേ. അപ്പോൾ അടുത്തൊരു പൊളി വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. തൽക്കാലത്തേക്ക് ഞാൻ സൈനിങ് ഔട്ട് കേട്ടോ. ബൈ.